യുവതിയെയും ഇരട്ട കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷത്തിന് ശേഷം പ്രതികളെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് കൊല്ലം അഞ്ചൽ നിവാസികൾ. നാടിനെ ഞെട്ടിച്ച് അരുംകൊല നടത്തിയ പ്രതികൾക്ക് അർഹമായ ശിക്ഷ കിട്ടണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രതികൾ കുറ്റം സമ്മതിച്ചതോടെ ഉടൻ മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് CBIയുടെ തീരുമാനം. 2006 ഫെബ്രുവരി 10 അഞ്ചൽ അലയമൺ രജനി വിലാസത്തിൽ രഞ്ജിനിയെയും 17 ദിവസം പ്രായമുള്ള ഇരട്ട പെൺകുഞ്ഞുങ്ങളെയും ഏറത്തെ വാടക വീട്ടിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ക്രൂരമായ കൊലപാതകത്തിൽ അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെങ്കിലും എങ്ങും എത്തിയില്ല. തുടർന്ന് ക്രൈംബ്രാഞ്ചിനും ഒടുവിൽ 2010 ജനുവരി 15 CBIക്കും കേസ് കൈമാറി. CBI ചെന്നൈ യൂണിറ്റ് 2010 ഫെബ്രുവരി 6 കേസ് വീണ്ടും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. അഞ്ചൽ അലയമൺ സ്വദേശി ദിവിൽ കുമാറിന്റെയും സുഹൃത്തായ രാജേഷിന്റെയും പേരിൽ CBI സംഘം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ കോടതി ഇരുവരെയും പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ചു. കൊല നടത്തിയ ശേഷം 2 വർഷം ഇന്ത്യ മുഴുവൻ കറങ്ങിയ പ്രതികൾ 2008 പോണ്ടിച്ചേരിയിലെത്തുന്നത്. വിഷ്ണുവെന്നും പ്രദീപെന്നും പേരുമാറ്റി നാട്ടുകാരുടെ വിശ്വാസമാർജിച്ച് വർഷങ്ങൾ പിന്നിട്ടതോടെ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതി. എന്നാൽ CBI ഇവരുടെ പ്രതീക്ഷകളെയെല്ലാം തല്ലിക്കെടുത്തുകയായിരുന്നു. ദിവിൽ കുമാർ ബലാത്സംഗം ചെയ്താണ് താൻ ഗർഭിണിയായതെന്ന് അവിവാഹിതയായ രഞ്ജിനി പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇരട്ടക്കുട്ടികളുടെ ജനനത്തിനു മുന്നേ തന്നെ പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തു. 2ാം പ്രതിയായ രാജേഷാണ് കൊല നടത്തിയതെന്ന് 1ാം പ്രതി ദിവിൽ കുമാർ മൊഴി നൽകിയിട്ടുണ്ട്. സംഭവം ആദ്യം കണ്ടതിന്റെ ഞെട്ടൽ 18 വർഷത്തിനിപ്പുറവും മാറിയിട്ടില്ല അയൽവാസികൾക്ക്. ഫെബ്രുവരി 10 രാവിലെ 8:30 മണിക്ക് ശേഷം 9 മണിയോട് കൂടിയാണ് ഈ സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നത്. ഒരു സ്ത്രീ ഇവിടെ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിലവിളി കേട്ടുകൊണ്ടാണ് ഓടിയെത്തുന്നത്. ഓടിയെത്തിയപ്പോൾ ഇവരിവിടെ കമന്ന് കിടക്കുക നിലവിളിച്ചുകൊണ്ട്. ഞാൻ കാര്യം ചോദിച്ചപ്പോൾ കൈ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ജന്നൽ തുറന്ന് കിടന്നേ നോക്കിയപ്പോൾ ഒരു സ്ത്രീ കസേരയിൽ ചാരി കിടന്ന് കഴുത്തറുത്ത് രക്തം വന്ന് കിടക്കുകയാണ്. ജനലിലൂടെ തന്നെ അപ്പുറത്ത് കാട്ടിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ കഴുത്തറുത്ത് കിടക്കുന്നു. ഞങ്ങൾ എല്ലാം കൂടെ ഒരേ സമയത്താണ് കതവ് തുറന്ന് അകത്ത് കയറുന്നത്. അകത്ത് കയറുമ്പോൾ ഈ സ്ത്രീ, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ രഞ്ജിനി കഴുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് നിലത്ത് രക്തം വാർന്ന് കിടക്കുകയാണ്. മരിച്ചൊന്നും പോയപ്പോൾ അപ്പം തള്ള പറയുന്നു, അവിടെ ഈ രഞ്ജിനിയുടെ അമ്മ എന്നെ വാവിട്ട് നിലവിളിച്ചു, മോനെ അകത്ത് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളകത്ത് നിന്ന് നോക്കുമ്പോൾ ബെഡിൽ കട്ടിലിൽ 2 കൊച്ചുങ്ങളെയും കഴുത്തിങ്ങനെ അകത്ത് നിലയിൽ ഉറംഭരിച്ച നിലയിലാണ്. കൊല നടന്ന കൊല്ലം അഞ്ചലിൽ നിന്ന് തന്നെയാണ് CBIക്ക് ഇവർ പുതുച്ചേരിയിലുണ്ടെന്ന വിവരം ലഭിച്ചതും അറസ്റ്റിലേക്ക് നയിച്ചതും. അലയമൺ സ്വദേശികളിൽ ഒരാൾ ദിവിൽ കുമാറിനെ പുതുച്ചേരിയിൽ വച്ച് കണ്ടു. ഇയാളാണ് CBIക്ക് വിവരം കൈമാറിയത്. 24 കൊല്ലം.